ഞാൻ അഡ്വക്കേറ്റ് ജോയ്. കൗണ്ടർ നറേറ്റീവ്സിന് വേണ്ടിയാണ് ഈ പ്രീ പോൾ വിശകലനം നടത്തുന്നത്. അഡ്വക്കേറ്റ് ഡോക്ടർ KS ഹരിഹരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് നമ്മുടെ ആ വിശകലനത്തിലേക്ക് കടക്കാം. എന്താണ് താങ്കളുടെ ഒരു പൊതുവെയുള്ള ഒരു കണ്ടെത്തലുകൾ എന്താണ്? ഈ തവണത്തെ, അതായത് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് പോലും വിശകലനം വേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തരത്തിലുള്ള അടിയൊഴുക്കുകളുണ്ട്. അടിയൊഴുക്കുകളെന്ന് പറയുമ്പോൾ LDFിൻ്റെ ഭാഗത്തു നിന്നും LDFിലേക്ക് സ്ഥിരമായി വോട്ട് ചെയ്തവർ പല കാരണങ്ങൾ കൊണ്ടും അസംതൃപ്തരായവർ പുറത്ത് പ്രകടിപ്പിക്കാത്ത ഒരു ശൈലി ഈ തവണത്തെ ഇലക്ഷനിൽ പ്രകടമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് പോലെയുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് ഉപരി 2 തരം നീതി, പോലീസ് സ്റ്റേഷൻ, മറ്റ് ഓഫീസുകൾ, PSC, ഇതെല്ലാം ജനങ്ങൾ അമർഷത്തോടെ നോക്കിക്കാണുന്ന ഒരു ഭരണവിരുദ്ധ ആറ്റിറ്റ്യൂഡ് ജനങ്ങളുടെ ഇടയിൽ നന്നായി കാണുന്നുണ്ട്. ഇതേ അവസ്ഥയുടെ ഒരു ഘടകം 2021 ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അന്ന് കോവിഡിന് ശേഷമുള്ള ഒരു അനുകമ്പയുടെ താപം അവിടെ നിലനിന്നിരുന്നു. എന്നാൽ അന്ന് പണമുണ്ടെങ്കിൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥകളുണ്ടായിരുന്നു. അന്ന് വിതരണം ചെയ്ത പല സാമൂഹ്യ സേവന പരിപാടികളും, കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നത്തെ വോട്ടിങ്ങിൽ ഒരു പരിധിവരെ സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ അന്നത്തെ ഒരു ഭരണവിരുദ്ധ തരംഗം 2021 പ്രതിഫലിച്ചില്ല എങ്കിൽ അതുകൂടി ചേർത്തിട്ടാണ് 2026 ആ പ്രതിഫലനമുണ്ടാവുക. ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കാൽക്കുലേഷൻ അനുസരിച്ച്, കിട്ടിയ ഡാറ്റകളുടെ വിശകലനമനുസരിച്ച്, പലരുമായി ഇൻ്ററാക്റ്റ് ചെയ്തതിൽ നിന്നുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫീഡ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് മറ്റ് വലിയ അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിൽ, വലിയ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും. ഏറ്റവും കുറഞ്ഞത് UDFന് 78 സീറ്റ് ഏറ്റവും കുറഞ്ഞത് കിട്ടും. ഒപ്പം LDFന് 61 സീറ്റ് കിട്ടാം. BJPക്ക് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ NDAക്ക് വോട്ട് പേഴ്സൻറ്റേജ് കൂടാൻ സാധ്യതയുണ്ട് മറ്റ് പല സ്ഥലത്തും. ഇതാണ് ആദ്യമായുള്ള ഒരു വിശകലനം. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഓരോ ജില്ല തിരിച്ചുള്ള വിശകലനത്തിന് മുപ്പാടായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇപ്പോൾ സജീവമായി നിൽക്കുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പാലക്കാട് അതിശക്തമായ മത്സരം നടക്കുന്നു. NDAയുടെ സ്ഥാനാർത്ഥിക്ക് പല തലങ്ങളിലും മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. അല്പം മാസങ്ങൾക്ക് മുമ്പ്, അത് കഴിഞ്ഞ വർഷം നടന്ന പാലക്കാടത്തെ ബൈ ഇലക്ഷനിൽ പെട്ടി വിവാദം പോലെയുള്ള കാര്യങ്ങളുണ്ടായപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു അതേപോലെ തന്നെ ഈ തവണ പാലക്കാട്ട് അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മിക്കവാറും കഴിഞ്ഞ 2021 ഇലക്ഷൻ്റെ പോലെ തന്നെ ഒരു അവസ്ഥ വരാം. അവിടെ രമേഷ് പിഷാരടി ചെറിയ മുൻതൂക്കത്തോടെ മുന്നേറാനാണ് സാധ്യത കാണുന്നത്.
യെസ്. അതുപോലെ തന്നെ വളരെയധികം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. വളരെയധികം പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു വിശകലനം? അമ്പലപ്പുഴ അധികാരത്തിനു വേണ്ടി പാർട്ടി മാറി വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിയിലുള്ള 3, 4, 5 നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അമ്പലപ്പുഴയെ ആ ക്ലാസ്സിൽ കൂട്ടാൻ പറ്റില്ല എന്നാണ് മൊത്തത്തിൽ അറിയുന്നത്. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ ഒപ്പം നിൽക്കുമ്പോഴും തൻ്റെ അഭിപ്രായം പറയാവുന്ന വേദികളിലൊക്കെ പറഞ്ഞ് ജനകീയമായ ഒരു അടിത്തറയുണ്ടാക്കിയ ജി സുധാകരൻ അവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. യെസ്. അതുപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. BJP അല്പമല്ല വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നൊരു മണ്ഡലം കൂടിയാണത്. അവിടെ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവും? മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ വലിയൊരു വോട്ട് ചേർക്കൽ അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗുണം നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രന് വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. BJP വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ഒപ്പം ഇനി നമുക്ക് വളരെയധികം രസകരമായ 2 മണ്ഡലങ്ങളാണ്. ഒന്ന് തൃശ്ശൂരും ഒപ്പം വട്ടിയൂർക്കാവും. തൃശ്ശൂരും വട്ടിയൂർക്കാവും വളരെയധികം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടാകുന്നത്? തൃശ്ശൂർ അനിയത്തി മത്സരിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ സ്വന്തം സഹോദരൻ മത്സരിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. ഇവിടുത്തെ ഏറ്റവും പ്രധാന ഒരു കാര്യം, കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം ചുമന്നിരുന്നൊരു വ്യക്തി, ലീഡർ ശ്രീ K. കരുണാകരൻ എന്ന് കേരളം വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ NDAയിലേക്ക് പോയ ഒരു വ്യക്തി എന്ന ഒരു സുഖകരമല്ലാത്ത പേര് അവിടുത്തെ NDA സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തൃശ്ശൂർ സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുക. രാജൻ പല്ലൻ. യെസ്. ഓക്കെ. വട്ടിയൂർക്കാവിൽ UDFന് എന്ന് പറയാൻ പറ്റില്ല. K. മുരളീധരന് അനുകൂലമായ ഒരു തരംഗം അവിടെയുണ്ട്. K. മുരളീധരൻ അവിടെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അടിയൊഴുക്കുകൾ ഒന്നും അവിടെ കാണുന്നില്ല. അവിടെ K. മുരളീധരന് അനുകൂലമായ ഒരവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഒപ്പം വളരെയധികം ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പാല. പാലയിൽ ഇപ്രാവശ്യം വളരെ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് പൊതുജനം വിലയിരുത്തുന്നത്. എന്തായിരിക്കും അവിടെ നടന്നത്? പാലയിൽ UDF, LDF, BJPയുടെ NDA സ്ഥാനാർത്ഥി ഷോൺ, ഈ 3 പേരും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അവിടെ ഒരു നല്ല ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. 30% വോട്ടുകൾ ഓരോരുത്തർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പ്രവചനത്തിന് അതീതമായി നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അല്പം സാധ്യത, വളരെ ചെറിയ സാധ്യത, അടിയൊഴുക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ UDFന് അവിടെ സാധ്യതയുണ്ട്. യെസ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. വളരെ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്തായിരിക്കും അവിടെ നടക്കുന്നത്? അവിടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു വ്യക്തിപരമായ അടുപ്പം തീർച്ചയായും മുരളീധരനേക്കാളും മേലെയാണ്. അവിടെ അപ്രതീക്ഷിതമായ ചലനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ LDFൻ്റെ കടകംപള്ളി
സുരേന്ദ്രന് തന്നെയായിരിക്കാം നേട്ടം. അവിടെ ഒരു പ്രത്യേകത, ശബരിമലയൊക്കെ അവിടെ വർക്ക് ചെയ്യൂലേ എന്നുള്ള ഒരു കാര്യമുണ്ട്. തീർച്ചയായും ഈ ഇലക്ഷന് ശബരിമലയിലെ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാണ്. എന്നിരുന്നാൽ പോലും ഒരു ചെറിയ മാർജിന് ഇപ്പോഴത്തെ ട്രെൻഡ് ഇനി 2-3 ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ, അപ്പോൾ LDFന് അനുകൂലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, ഇതുപോലെ തന്നെ നല്ലൊരു മത്സരം, വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃത്താല. തൃത്താലയുടെ വാശി വളരെയധികം പ്രകടമായി കാണുന്നുണ്ട്. തൃത്താലയിൽ വാശിയേറിയൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. എന്തായിരിക്കും അവിടെ നടക്കുക? തൃത്താലയിൽ വളരെ പ്രകടമായ മുൻതൂക്കം അവിടുത്തെ മുൻ MLA ആയിരുന്ന VT ബലറാമിനുണ്ട്. അവിടെ ഇപ്പോൾ MP രാജേഷ് എന്ന എക്സൈസ് മന്ത്രിയാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ പോലും മണ്ഡലത്തിലുടനീളം കഴിഞ്ഞ 5 വർഷം കൂടി ഒരു തോറ്റ് കഴിഞ്ഞതിന് ശേഷവും അവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന VT ബലറാമിന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.